ചില്ലിച്ചിക്കലിലെ നാരങ്ങയിൽ നീരില്ലെന്നാരോപിച്ച് ഹോട്ടലുടമയുടെ പല്ലുകൾ അടിച്ചുകൊഴിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വടക്കാഞ്ചേരി മിണാലൂരിലെ സെലക്ട് ദർബാർ ഹോട്ടലിലാണ് ഗുണ്ടാസംഘത്തിന്റെ ആക്രമണത്തിൽ ഹോട്ടലുടമയ്ക്കും സുഹൃത്തിനും പരിക്കേറ്റത്. 4:30 രണ്ട് പിള്ളേർ വന്നിട്ട് നാരങ്ങയിൽ നീര് കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കി. പിന്നെ അവരൊന്നും തള്ളായി. പിന്നെ അവർ പോയി തിരിച്ച് വേറൊരു 6 പിള്ളേർ 5:30 സമയത്ത് വന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ജീവനക്കാരൊക്കെ മർദ്ദിക്കുകയും എന്നെ മർദ്ദിക്കുകയും ബാറ്റ് കൊണ്ടും പല വടി കൊണ്ടൊക്കെ തല്ലി ഒരുപാട് പേർക്ക് പരിക്കിട്ടുണ്ട്. ഒരുപാട് ഷോൾഡറിന് ഒരു ഇഞ്ചുറി ഉണ്ട്. പിന്നെ ഒരു 3 പല്ല് എൻ്റെ പൊട്ടിപ്പോയിട്ടുണ്ട്. 2 പല്ല് പൂർണ്ണമായിട്ടും 1 പല്ല് ഭാഗ്യവുമായിട്ടും പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കരുവന്നൂർ ഭാഗത്തു നിന്നുള്ള പിള്ളേരാണെന്നാണ് അറിഞ്ഞത്. അപ്പം 2 പേര് വന്ന് ചില്ലി ചിക്കൻ പറഞ്ഞ് അതിൽ നാരങ്ങയിൽ നീരില്ല എന്ന് പറഞ്ഞിട്ടാണ്. ചെറിയൊരു പ്രശ്നത്തിന് മുകളിലാണ് അത് നമ്മൾ മാറ്റി കൊടുത്തു. പക്ഷേ അവർ പിന്നെയും ആ ഒരു അസഭ്യവർഷം തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ ചെറിയൊരു ഒന്നും തള്ളായിട്ട് അവരങ്ങനെ പോയി. പിന്നെ അവരെ ഒരു 6 വേറെ പിള്ളേർ അവരുണ്ടായിരുന്നില്ല. രണ്ടാമത് വരുമ്പോൾ ഒരു 5:30 സമയത്ത് വന്നിട്ട് നമ്മുടെ ഹോട്ടലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ജീവനക്കാരന്മാർ 6 പേര് ഇപ്പോൾ അഡ്മിറ്റാണ് ഹോസ്പിറ്റലിൽ. ചൊവ്വാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. നൽകിയ ചെറുനാരങ്ങയിൽ നീരില്ല എന്നാരോപിച്ചായിരുന്നു ഹോട്ടലിൽ അതിക്രമം. ഹോട്ടലിൽ ചൊവ്വാഴ്ച വൈകിട്ട് ഭക്ഷണം കഴിക്കാനെത്തിയ 2 യുവാക്കൾ ചില്ലി ചിക്കനോടൊപ്പം നൽകിയ ചെറുനാരങ്ങയിൽ നീരില്ലെന്ന് പറഞ്ഞ് ജീവനക്കാരുമായി വഴക്കുണ്ടാക്കി പോവുകയായിരുന്നു. പിന്നീട് സംഘമായി കാറിലെത്തി ഹോട്ടലുടമ കരിമത്ര സ്വദേശി 40 വയസ്സുള്ള സുഹൈബിനെ ബാറ്റ് കൊണ്ട് ആക്രമിച്ച് പല്ലുകൾ അടിച്ചു കൊഴിക്കുകയായിരുന്നു. തടയാനെത്തിയ സുഹൃത്ത് കരിമത്ര സ്വദേശി 39 വയസ്സുള്ള റാഷിദിനും മർദ്ദനത്തിൽ പരിക്കേറ്റു. വൈകുന്നേരം ഒരു 4:30 മണിയാകുമ്പോൾ സംഭവിക്കുന്നത്. അതായത് ഈ സംഘത്തിലുണ്ടായിരുന്ന 2 പേര് ഇന്നലെ ഫുഡ് കഴിക്കാൻ വന്നു ഇവിടെ. അപ്പോ അവര് ചില്ലി ചിക്കനാണ് കഴിച്ചത്. അതില് നാരങ്ങയുടെ നീര് കുറഞ്ഞുള്ള പ്രശ്നമാണ് ഇത്ര വലിയൊരു പ്രശ്നത്തിൽ കലാശിച്ചത്. അതായത് ഇവര് ആദ്യം ഇങ്ങനെ സംഭവം കംപ്ലൈന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞു, നാരങ്ങയിൽ നീര് കുറവാണ്. ഓക്കെ, നമ്മൾ മാറ്റി കൊടുക്കുന്ന ഓർഡർ നല്ല രീതിയിൽ സംസാരിച്ചു, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി. പിന്നെ ഇവരൊരു സംഘം ചേർന്നിട്ട് പിന്നെ ആക്രമിക്കാനുള്ള ഉദ്ദേശത്തിൽ ഒരു 6-7 പേര് വന്നിട്ട് നമ്മളെ ജീവനക്കാരെ ഒക്കെ അടിച്ചു. നമ്മളെ ഡെഡിക്കേഷനൊക്കെ അസഭ്യം പറഞ്ഞു. പിന്നെ ഓണറെ ബാറ്റ് കൊണ്ടോ അല്ല അവര് കൊണ്ടുവന്ന മാരകായുധം കൊണ്ട് അടിച്ചു. പിന്നെ പല്ലൊക്കെ പൊട്ടിപ്പോയി. ഇതൊക്കെയായിരുന്നു ഇന്നലെ നടന്ന സംഭവങ്ങൾ. ഇവരെ ആദ്യം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഹോട്ടൽ ജീവനക്കാരിൽ ചിലർക്കും തല്ലാനെത്തിയ സംഘത്തിനും മർദ്ദനമേറ്റിട്ടുണ്ട്. എരുമപ്പെട്ടി കരിയന്നൂരിൽ നിന്നുള്ളവരാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സൂചന. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവരെത്തിയ കാറിന്റെ ചിത്രം സഹിതം പോലീസിന് ഹോട്ടലുടമകൾ കൈമാറിയിട്ടുണ്ട്. CCTV കേന്ദ്രീകരിച്ചാണ് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്.